നമസ്കാരം, ലിൻഡോ ആണ്, സൂര്യകിരൺ ക്ലീൻ എനർജി. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് കുന്നംകുളം അടുത്ത് കീഴൂർ എന്ന സ്ഥലത്ത് മടപ്പാട്ടുപറമ്പിൽ അബ്ദുൽ ലത്തീഫ് സാറിന്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഒരു 5 കിലോ വാട്ടിന്റെ സബ്സിഡി വരുന്ന ഒരു 10 പാനൽ വരുന്ന ആക്സിടെക്കിന്റെ 10 പാനലും അതേപോലെ തന്നെ മൈക്രോ ഇൻവെർട്ടർ എൻഫേസിന്റെ IQ8P വരുന്ന 10 ഇൻവെർട്ടറും വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഞാൻ സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് സാറിനോടൊന്ന് വ്യക്തമാക്കി ചോദിക്കാനുള്ള ഒരു വീഡിയോ ആണത്. താങ്ക് യു. നമസ്കാരം. സാറേ, നമ്മള് എനിക്ക് ഫോണിൽ ഒരു 8 മാസം അതിനടുത്ത് മെയില് നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ ചെയ്തത്. ഞാൻ സാറിന് തുടക്കം മുതലേ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ തരുമ്പോൾ സാർ മറ്റു കമ്പനികളുടെയും കൊട്ടേഷൻ തരുന്നു. തുടക്കം മുതൽ എൻ്റെ ഒരു കൊട്ടേഷൻ കുറച്ച് ഹൈ ആണെന്നുള്ള സാറിനൊരു ഇതുണ്ടായിരുന്നു. ഞാൻ സാറിനോടൊപ്പം പറഞ്ഞൊരു കാര്യത്തിലുണ്ട്, സാറ് ഞാൻ നാട്ടിൽ വന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുകൂടാതെ ഞാൻ സാറിൻ്റെ ഇവിടെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓരോന്ന് 1 by 1 പറഞ്ഞു തരുന്നതാണ്. ആ ഒരു ഞാൻ ഫോണിൽ പറഞ്ഞതിനേക്കാളും നേരിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാളും ഏറ്റവും ഇതാണ് സാറിൻ്റെ അവിടെ ചെയ്തപ്പോൾ ഞാൻ ബോധ്യപ്പെടുത്തി കാണിച്ചത്. സാറിന്റെ മനസ്സോട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് അത് വളരെ കറക്റ്റാണ്. നമ്മൾ മുന്നേ സംസാരിച്ചപ്പോൾ എനിക്ക് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാനാണ് അന്നത്തെ സംസാരം നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു 6 മാസം മുന്നെയാണ് ഞാൻ ഈ സൂര്യകിരണിന്റെ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാനിങ്ങനെ അതിനെ കുറിച്ച് റിസർച്ചൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ നിയമങ്ങൾ മാറുമ്പോൾ എന്തെല്ലാം എഫക്റ്റ് ഉണ്ടെന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെ കേട്ടിട്ടും വായിച്ചിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഡൗട്ടുകൾക്ക് മുമ്പിൽ ക്ലിയർ ചെയ്യും തന്ന്. അതിനുശേഷം ഞാൻ കൊട്ടേഷൻ അയക്കാൻ പറഞ്ഞു. കൊട്ടേഷൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ മറ്റുള്ള കൊട്ടേഷനൊക്കെ കുറച്ച് ഹൈ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ മൂപ്പര് ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വാറൻറ്റിയും അതിൻ്റെ ഗുണനിലവാരവും മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് എനിക്ക് മൂപ്പര് കാണിച്ചു തന്നിരുന്നു, പറഞ്ഞു തന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഞാനത് ക്ലോസ്ലി വാച്ച് ചെയ്തിരുന്നെങ്കിൽ എന്താ പറഞ്ഞ പോലെ തന്നെ ആണോ ചെയ്യുന്നത് അല്ലാതെ ഞാൻ വാച്ച് ചെയ്തിരുന്നു. മൂപ്പര് അത് എനിക്ക് കാണിച്ചു തരുന്നിരുന്നു. അപ്പോൾ ഞാനത് അതിൻ്റെ ആ കൺസ്ട്രക്ഷനിലും ആ ഇംപ്ലിമെന്റേഷനിലും ഞാൻ തൃപ്തനാണ്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിന് വേറെ ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ ഒരു വിരുദ്ധാഭിപ്രായം എനിക്ക് ഇല്ല. നല്ല സർവീസാണെന്ന് എനിക്ക് തോന്നുന്നു. സാറിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതായത് ഞാൻ പോയിന്റ് ബൈ പോയിന്റ്, അതായത് ഞാൻ സാറിന് തന്നപ്പോൾ തന്നെ ഡീറ്റെയിൽഡ് കൊട്ടേഷനാണ്. അപ്പോൾ സാറ് എൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, ഇതെല്ലാം ഇവിടെ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ, ഞാൻ എങ്ങനെ ഉറപ്പുവരുത്തുന്നത്. ഞാൻ സാറിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇന്നെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. സാറിന്റെ എല്ലാ തരത്തിലും, അതായത് നമ്മളെ ലീക്കിന്റെ ഒരു കൺസിഡറേഷൻ നമ്മൾ കരുതിയിട്ടുണ്ട്. ലൈറ്റിനിങ് അറസ്റ്റിന്റെ പ്രോപ്പർ പ്രൊട്ടക്ഷൻ നമ്മൾ കരുതിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ ഫസ്റ്റ് ക്വാളിറ്റിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പരിപൂർണമായൊരു സംതൃപ്തിയിലാണ് ഞാനുള്ളത്. കാരണം അത് നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രൊഡക്റ്റ് വൈസ് കാണിച്ചു തന്നു, പറഞ്ഞ ക്വാളിറ്റീൻ്റെ അതിൻ്റെ വാട്സും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തന്നിട്ടാണ് ചെയ്തത്. ഞാനത് കണ്ട് തൃപ്തിപ്പെട്ടിട്ടതിന് ശേഷം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും സാറിന് സാറിന്റെ ഫ്രണ്ട് സർക്കിളും അതുപോലെ റിലേറ്റീവ്സും നമ്മളെ ആ ഒരു കോൺടാക്ട് വഴി നമുക്ക് വരുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. താങ്ക് യു.